നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വാതിൽപ്പടിയിൽ എത്തി നിൽക്കുകയാണ്. നിലമ്പൂരിൽ ആര് തുടരും? ജനഹിതം തേടിയുള്ള സ്വന്തം ചാനലിന്റെ യാത്ര ഇന്ന് മൂത്തേടം ഗ്രാമപഞ്ചായത്തിലാണ് എത്തി നിൽക്കുന്നത്. പഞ്ചായത്തിലെ ഓരോ ഗ്രാമവീഥികളിലൂടെയും സഞ്ചരിച്ച് അഭിപ്രായങ്ങൾ തേടാം. മൂത്തേടം പഞ്ചായത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളത് പാലാങ്കര ടോൾ ജംഗ്ഷനിലാണ്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോ അതുകൊട്ടെ അപ്പോ നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അഭിമുഖീകരിക്കുമ്പോൾ ഇലക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും, കാരണം നിയമപ്രകാരം 6 മാസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമമുള്ളത്. ഇത് ഏകദേശം 1 വർഷത്തോളം ഉണ്ട്. അപ്പോ നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ സ്ഥാനാർത്ഥി ആരോ ആയിക്കോട്ടെ, ആർക്കാണ് വിജയസാധ്യത? വിജയസാധ്യത രണ്ടു കൂട്ടർക്കും വിജയസാധ്യത പറയുന്നുണ്ട് അവര്. നിങ്ങളുടെ അഭിപ്രായത്തില്? എൻ്റെ അഭിപ്രായത്തിന് ഞാനൊരു നിഷ്പക്ഷവാദിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വോട്ട് ചെയ്യാത്ത ആളാണ്. വോട്ടേ ചെയ്യത്തില്ല, ആർക്ക് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി. ഈ പ്രിയങ്കയ്ക്ക് പോലും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ആരിവിടെ നിന്നാലും ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ഞാനങ്ങനെ ഒരാളുടെ പഞ്ചായത്ത് തലത്തിൽ ഞാൻ ചെയ്യത്തില്ല, വോട്ട് ചെയ്യരുത്. അപ്പൊ നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. വോട്ട് ചെയ്യും, അത് രാഷ്ട്രീയമില്ല. കേസ് നടന്നു കഴിഞ്ഞിട്ട് ആ അടുത്ത പ്രാവശ്യം നിൽക്കുകയാണെങ്കിൽ അയാൾ കൊടുക്കും, ആ പ്രസ്ഥാനത്തിന് കൊടുക്കും. നമ്മുടെ വി പ്രകാശ് കരയുടെ സുഖത്തുക്കരയിൽ പോലെ എതിർക്കാൻ പറ്റിയൊരു ടീം മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാണില്ല. UDF തന്നെ വിജയസാധ്യത കൂടുതൽ. UDF തന്നെ. അതെന്താ അങ്ങനെ പറയാം? ശരിക്കും അങ്ങനെയാണെന്നല്ല, അങ്ങനെയാണ് വരുന്നത്. UDF ആത്മാർത്ഥ ചെയ്യുകയാണെങ്കിൽ UDF തന്നെ ജയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ UDF ജയിക്കത്തുള്ളൂ. അപ്പോൾ തമ്മിൽ കാല് ഇരിക്കുകയാണെങ്കിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അപ്പൊ കാല് വാരരുത്. വേറെ സാർ തമ്മിൽ കാല് വാരാൻ പാടില്ല, അല്ലെങ്കിലും UDF ജയിക്കത്തുള്ളൂ. പാപ്പയുടെ അഭിപ്രായം കോൺഗ്രസ് ജയിക്കുന്ന ആവശ്യം. പാപ്പിയുടെ അഭിപ്രായം എന്താണ്? വീണ്ടും വരൂ. അൻവറിനോടുള്ള വാസി, അൻവറിനെ എങ്ങനെയും തല പറ്റിക്കണോ ഇനി LDF അങ്ങനെ മുന്നേറണോ? ഒരു 5 അഭിപ്രായത്തില്ലേ ഒന്ന് കോൺഗ്രസ് ആയിരിക്കും. വേറെ തെറ്റ കോൺഗ്രസ് വരും. ഇവിടെ അച്ഛാ ആരായിരിക്കും? UDF. കാരണം പിന്നെ അൻവറിന്റെ സപ്പോർട്ട് കൂടി വന്നപ്പോൾ കാലിലെ പേര് ജോയി ആണെങ്കിൽ 25 മേലെ, സോകത്താവൊരു 10 മേലെ, സ്ഥാനാർത്ഥി അറിയുന്നുണ്ടോ? സോകത്താവൊരു 10 മേലെ. UDF. താല്പര്യം അല്ല, ഞങ്ങൾ UDF നമ്മൾ UDF തന്നെ ജയിക്കും. ഇവിടെ ഇത്രയും കാലം മാർക്സിസ്റ്റ് തോറ്റേക്കാൻ UDF ഇവിടെ ജയിച്ചേക്കുന്നത്. അതിപ്പോ എന്താ, അത് പറയാനൊന്നുമില്ല. UDF തന്നെ കിട്ടുള്ളൂ. എന്താ വെച്ച് അതെന്താ UDF തന്നെ ഉള്ളൂ, അത്രേ ഇതുള്ളൂ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ LDF വന്നതിന്റെ കുണപ്പൊ കണ്ടിട്ടുമുണ്ട്. അപ്പോ ഇനി UDF ആണെന്ന് UDF എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇത് രണ്ടും പോകണം. രണ്ടും പോകണം. കോൺഗ്രസും LDF, UDF പിന്നെ ആര് വരണം? പുതിയ ആര് വരണം? അത് BJP ആക്കും. BJP വരണം. അങ്ങനെ തെളിയിച്ച് പറ. ഇവര് പോകുന്നതല്ല, BJP വരണമെന്നുണ്ടോ? കാരണം ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ UDF LDF വഴിയും സാധാരണ ജനങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. കാരണം ഇന്നിപ്പോ ഇത് 40 രൂപയും 50 രൂപ ഇതിന് പ്രൈസ് എന്ന് പറയുന്നത് ഇല്ല. സർക്കാർ കാരണം ഇപ്പൊ 30 ലക്ഷം അതിന് സർക്കാർ നികുതി ഇന്ന് വിളിക്കുക. ഈ ലക്ഷങ്ങൾ വന്നെങ്കിൽ സർക്കാർ മെച്ചമുള്ളൂ. സാധാരണ കിട്ടില്ല. ഇത് വിറ്റിട്ട് 1 കിലോ അരി മേടിക്കാൻ നടക്കുന്നത്. ഇന്ന് അവൻ കടക്കുന്നതിന് പോവാ. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ വിറ്റിട്ടില്ല. കോൺഗ്രസിലാണ് UDF അല്ലേ? എന്താ പറയാൻ കാരണം? ഞാൻ എല്ലാം നിലമ്പൂർ UDFന്റെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ആയിക്കോട്ടെ. ഈ പ്രാവശ്യം
തീർച്ചയായിട്ടും UDF ജയിക്കും. വിജയം BSUI മോശം നല്ല വിജയിക്കുന്ന എൻ്റെ അഭിപ്രായം. ആണല്ലേ, അതായത് UDFന്റെ സ്ഥാനാർത്ഥി ആരായിക്കോട്ടെ UDF ആണ്, UDFനാണ് സാധ്യത കാണും, അതാണ് പറയുന്നത് അല്ലേ? അതെ. ഓക്കെ, അതെന്താ പറയാൻ കാരണം? അങ്ങനെയാണ് അതിൻ്റെ ആൾക്കാരപ്പം ഇപ്പം പറയാൻ കാരണം ഇപ്പൊ തന്നെ ഇടയ്ക്ക് ട്വിറ്റർ തന്നെ അതന്നെ അല്ലേ? വീട് നമ്മുടെ അതുപോലെ എത്ര രൂപയല്ലേ അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ ഓക്കത്തിനാണ് സാധ്യത. പക്ഷേ അടിവലി നടക്കുകയാണെങ്കിൽ അടുത്ത പക്ഷം തന്നെ കയറുള്ളൂ, BJP കൂട്ടുപിടിച്ചായിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ UDFിലാണ് സാധ്യത കൂടുതൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വെള്ളച്ചേർക്കലുണ്ടാകുമ്പോൾ ഇപ്പോൾ അതൊരു ഇടതുപക്ഷവും BJP ആയിട്ട് ഒരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലൊരു സംശയം ഞങ്ങളുടെ ഇടയിലുണ്ട്. അതോ ശരിക്കും പണിയെടുക്കുകയാണെങ്കിൽ UDF ജയിക്കും. ഈ ഭരണത്തിൻ്റെ മോശം കൊണ്ടൊക്കെ പാടെ ഒരു ജയിക്കാൻ സാധ്യത UDFിനാണ്. എന്താ പറയാന്? UDF അതങ്ങനെ പറയാൻ കാരണം വികസനം ആര്യാറിനൊക്കെ കുറെ കൊടുക്കുന്നതല്ലേ, അപ്പൊ അതിന്റെ ഇതിൽ കൊള്ളാൻ പറ്റുന്നവര് കൊള്ളണം. അപ്പൊ അതാണ് UDF. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ വരും കാലങ്ങളിലൊക്കെ ഇപ്പൊ LDF ആണ് വിജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവർ മാറി നിന്നുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചോ നല്ലൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ. അതായത് അൻവർ മണ്ഡലം ശരിക്കും UDFിന്റെ മണ്ഡലമാണ്. പിന്നെ ഇതിന് മുമ്പുള്ളത് അൻവറിന് പിന്നെ സൗഖ്യത്തിന്റെ വരവോട് കൂടിയുള്ള ഒരു മാറ്റമാണത്. ആര്യാട് സൗഖ്യത്തിന്റെ വരവോട് പെട്ടെന്ന് അവര് കുടുംബപരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വത്തിലാണ് കൈവിട്ടു പോയത്. നമ്മളെ അഭിപ്രായത്തിൽ കോൺഗ്രസ് വരാൻ സാധ്യതയുള്ളൂ. എന്താ പറയാൻ പല കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, ഞാൻ അതിനെ പറയാമല്ലോ, മറച്ച കിട്ടിയ കാര്യമില്ലല്ലോ. പിന്നെ കഴിഞ്ഞ പോയി പെൻഷൻ വന്നപ്പോൾ പറഞ്ഞ് ഒരെണ്ണം തരും ബാക്കിയുള്ളതാണ്. ബാക്കിയില്ല പെപ്ലയിലൊക്കെ ഓരോ പെൻഷൻ തരുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ പെൻഷനാണ്. പകരം പോലെ തരാനും മത്സരിച്ച് കണ്ട് അധികാരത്തിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അതിൻ്റെ പ്രശ്നം വല്ല പറയുന്നല്ലോ. അതേമാതിരി ഇന്ത്യ അനുഭവത്തിൽപ്പെട്ട പല ആൾക്കാരും ഉണ്ടാവും, അവരെ സ്ഥിതി തന്നെയല്ലേ. അതിനെ പറയാനുള്ളൂ, അത് വേറൊന്നും പറയാനല്ല. ഇവിടെ UDF ജയിക്കുള്ളൂ. എങ്ങനെയാണ് അപ്പൊ ആരൊക്കെയാണെങ്കിലും UDFിന്റെ 2 സ്ഥാനാർത്ഥിയെ സൗഖ്യത്തും ജോയി നിൽക്കുകയാണെങ്കിൽ ആര് UDF ഉണ്ടാവുക. നമ്മളെ അഭിപ്രായം തന്നെയാണ് UDFിലെ. അതെന്താ പറയാ UDF എന്താ പറയാ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളിവിടെ 2 പ്രാവശ്യം LDF വന്നതാണ്. അപ്പോൾ ഈ LDF വന്നിട്ട് ഒരു ചേഞ്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് UDFിന് വരുള്ളൂ. എന്നാൽ നെക്സ്റ്റ് വരുന്ന ഇലക്ഷനിൽ LDFിന് വരിക. ഭരണം വരുന്നത് LDFിന് നിലമ്പൂരിന്റെ അവസ്ഥ വരുമ്പോൾ UDFിന് അത് പറയാൻ കാരണം LDF 10 കൊല്ലോടെ ഭരിച്ചില്ലേ, അതിന്റെ അനുഭവം തന്നെ. ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ളത് UDF ആയിരിക്കും, യാതൊരു സംശയവും ആ കാര്യത്തില്ല. അത്ര വൃത്തികെട്ട ഭരണമാണ് ഇവിടെ കഴിഞ്ഞത്. പിടിച്ചെടുക്കുക UDF പിടിച്ചെടുക്കുക തുടരുകയല്ല, അല്ലല്ല, ഇത് തുടരുകയാണ്. കാരണം 4-5 വർഷം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന്റെ പകുതിക്കുന്ന ഒരാൾ പോവാണ്. അപ്പൊ അത് തുടരുകയാണ് ചെയ്യുക. ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണത്, പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണം മാറി പിടിച്ചെടുക്കുക. ഇത് തുടരാൻ വേണ്ടിയിട്ട് ഒരാൾ അത് UDF അല്ലേ. UDF തന്നെ കുഞ്ഞാക്ക തുടങ്ങി വെച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന UDF ആണ്. അപ്പോൾ UDF എന്താണ് പറയുന്നത്? അഭിപ്രായം തന്നെ മാറ്റൊന്നുമില്ല. അതെന്താ പറയാ? അത് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭരണം വളരെ മോശം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു LDFിനായിരിക്കും വികസനം. UDFിനായിരിക്കും അത്. LDF പാലം വിളിച്ച് MLA അവിടെ, അതുകൊണ്ട് UDF LDF അല്ലേ ഇവിടെ വരികയെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും. ഇവിടെ UDF ആയിരിക്കും വരിക. കൈപ്പത്തി ഇതിനകത്തിൽ ആരാ മത്സരിക്കുക പോലും ജയിക്കൂ, അത്ര തന്നെ ഉള്ളൂ. UDFിന് ആര്യാണ് സൗഖ്യത്തിന് വോട്ടില്ലേ? നല്ല വോട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ കഴിഞ്ഞ വർഷം 2 തവണയായിട്ട് LDF ആണ് തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അല്ലെങ്കിൽ അവിടെ പരാജയം കൊണ്ട് UDF സാധ്യത കാണുന്നു, അല്ലെങ്കിൽ അവിടെ വികസന നേട്ടം കൊണ്ട് LDF സാധ്യത എന്നൊക്കെ പറയില്ല. LDF സാധ്യത. ഓക്കെ, LDF എന്താണ് പറയുക? LDFന്റെ നേട്ടങ്ങൾ ഈ റോഡുകൾ കണ്ടാൽ പോരെ, നമ്മളെ കൺമുമ്പിൽ തന്നെ അല്ലേ സ്കൂള്, ഹെൽത്ത് സെൻ്ററുകൾ, PHC കാരപ്പുറം, ഇവിടെ ഒരുപാട് നേട്ടങ്ങൾ കാണാനുണ്ട്, പാലങ്ങൾ, സ്കൂളുകൾ. അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിക്കോട്ടെ. വിജയ സാധ്യത ഏത് കക്ഷികൾക്കായിരിക്കും? തോന വോട്ടിട്ടാല് തോല വോട്ടുള്ളത് അത് അറിയാം, പക്ഷെ അതിന്റെ അവകാശികൾ ആരായിക്കാറ് നിങ്ങളൊരു അഭിപ്രായം? അതിന് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളാവുമ്പോ ഏത് പക്ഷത്തെ സ്ഥാനാർത്ഥികളായിരിക്കും? UDF. യെസ്. ഇങ്ങനെന്താ അതല്ല അഭിപ്രായത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമാണോ? കാരണം നിലമ്പൂരിലെ വികസനം LDF ഏറ്റവും കൊടുത്തത് കാറ്റാടി മൂത്തരം പഞ്ചായത്താക്കി കഴിഞ്ഞത് LDF ആണ്. കാരണം മൂത്തരം പഞ്ചായത്തിന് ഫസ്റ്റ് പാലം നൽകിയത് TK അത് CPM ആ. അതിനോട് ഞാൻ യോജിക്കുന്നത്. നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർക്കാണ് വിജയസ്ഥാനം? LDF എന്താണ്? നല്ല വേണം. നിലമ്പൂർ അതുകൊണ്ട് ഇനി കണ്ടറിയുന്ന വേണ്ടി വരും. നിലമ്പൂർ ഏതൊരു ഇന്നാള് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. രണ്ട് ശക്തിക്ക് ശക്തി രാഷ്ട്രീയ ശക്തി എൻ്റെ അഭിപ്രായത്തിൽ UDF വരുന്നു. അതെന്താ പറയുക? അത് ഇപ്പോൾ ആകെ ഇപ്പം എന്താ പറയുക, LDF വന്നു കഴിഞ്ഞിട്ട് ആകെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ നിൽക്കായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഒരു നോക്കുമ്പോൾ ഇപ്പോൾ പിന്നെ PV അൻവർ എന്താ മാറിയത് കൊണ്ട് ഇടതുപക്ഷത്തിനാണ് സാധ്യത. അത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സർക്കാരാണ്. പിന്നെ ഈ പെൻഷനുകൾ മുടങ്ങിക്കിടന്നൊക്കെ ഇപ്പോൾ കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇടതുപക്ഷം തന്നെ വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഏകദേശം വരുന്നത് വികസനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പിന്നെ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അതിന്റെ നല്ല മത്സരമായിരിക്കും. അങ്ങനെ ആയിരിക്കും. തെറ്റൊന്നും പറയാൻ കഴിയില്ല. ഒന്നും പറയാൻ കഴിയില്ല. ദിവസം ആർക്കായിരിക്കും വിജയത്താ? ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇക്കുറി മരണം കൊണ്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് കയറും. കോൺഗ്രസ് വരുന്നത്, അതായത് UDF വരുന്നു അല്ലേ? ആർക്കാണ് നമ്മുടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യത? ഞാൻ LDFന്റെ ആളാണ്. LDF വരുന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. വികസനം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുക. അല്ലാതെ നമ്മൾ ഭരണത്തിനുള്ള വിലയിരുത്തലും കൂടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ നിലമ്പൂരിൽ ഒരു MLA 140 MLA ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ച ഒരു MLA കൂടിയായിരുന്നു അൻവർ. അയാളുടെ പിടിപ്പീട് കൊണ്ട് മാറിപ്പോയെങ്കിലും നിലമ്പൂർ ജയിക്കുന്നതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇവരിപ്പോൾ അത് എന്നും ഇതിന് നടക്കുമ്പോൾ ആർക്കാ സമയം ഉണ്ടാകുക? ഇവർ തല്ലുകൂടി കൊണ്ട് നടക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, ഇന്നാള് ജയിച്ചു നമ്മൾ അതിനായിട്ട് മെനക്കെടണ്ടേ? വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യണം. അതിന്റെ ഓട്ടയും കൂടി ഉണ്ട്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഓട്ടയിൽ രേഖപ്പെടുത്താം. വോട്ട് ചെയ്യണം, അത് നിങ്ങളെ അവകാശമാണ്. വോട്ട് ചെയ്യാൻ തന്നെ താല്പര്യമല്ലേ? വോട്ട് ചെയ്യണം, അത് നിങ്ങളെ അവകാശമാണ്. പക്ഷെ നിങ്ങൾക്ക് അവരോട് പ്രതിഷേധം ഉണ്ടെങ്കിൽ നോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലും വോട്ട് ചെയ്യാം. ഓക്കെ, കോൺഗ്രസിന് തന്നെ വിജയം. UDF അത് മുന്നണി മാറ്റം, അൻവറിന്റെ ഇത്, പിന്നെ മുന്നണി മാറ്റം, ഇതൊക്കെ കാരണം അഭിപ്രായം എന്താ അഭിപ്രായം? അത് ജോയി ജയിക്കുന്നതാണ്. ജോയി ജയിക്കുന്നതാണോ? UDF ജയിക്കാം. ആരാച്ചാ സ്ഥാനാർത്ഥി ആറാകട്ടെ. UDF ജയിക്കും. ജോയി ജയിക്കും ജയിക്കും. പിന്നെ രാഷ്ട്രീയത്തിൽ ആർക്കാണ് സാധ്യത എന്നാണ്? രാഷ്ട്രീയമല്ലല്ലോ, വികസനങ്ങളും വികസന നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ആർക്കാണ് സാധ്യത? ഇപ്രാവശ്യം UDF കിട്ടാനായിരിക്കും ചാൻസ്. ഒന്നാമത് അൻവർ പോയ ഗ്യാപ്പിൽ സത്യതയിൽ കോൺഗ്രസിനെ നയിക്കും നല്ലൊരു അഭിപ്രായമാണ്. വിജയസാധ്യത ഇത് നമ്മൾ വികസനം വെച്ചാൽ LDF ജയിക്കണം. പക്ഷെ ഒരു കാലുവാരിൽ അതൊക്കെ ഒന്നും അറിയില്ല. പരിപാടി നടന്നാൽ UDF ജയിക്കും. എൻ്റെ അഭിപ്രായം കോൺഗ്രസ്സാണ്. UDF എന്താ പറയാൻ കാരണം? അതിപ്പോ ഈ ഭരണത്തിന്റെ കുഴപ്പം തന്നെയാണ്. പിന്നെ അൻവറിന് ആദ്യം കൊടുത്ത് അൻവർ പിന്നെ പോയി. പിന്നെ ഇനിയും കൊടുക്കാൻ പറ്റും. കാരണം ഞങ്ങൾ
കൊച്ചില്ല. ഇവർക്കൊന്നും ബസ് പോകുന്നില്ല, ബസ് പോകുന്നില്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരില്ല അല്ലേ? ആരാണ് നമ്മുടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രശ്നം? ആർക്കാണ് വിജയ സാധ്യത? ഇവിടെ പറയുകയാണെങ്കിൽ UDF-നാണ് മുൻതൂക്കമുള്ളത്. എന്താ വെച്ചാൽ ഈ വികസന കാര്യങ്ങൾ വളരെ പിന്നോട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിലമ്പൂർ നിയോജകമണ്ഡലം ഈ UDF ആണ് ഇവിടെ അധികാരത്തിൽ വരാൻ ചാൻസ് ഉള്ളത്. UDF എന്തായാലും ജയിക്കും. UDF അതിൽ യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഭരണത്തിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഫുള്ള് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ 10 കൊല്ലം ആകെ വാരി ഭരണം ആകെ വാരിക്കണ്. ഇനി നമ്മൾ ഇൻഷാല്ലാ അടുത്ത ഭരണം UDF വന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കാം. അത് കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസ് അങ്ങനെ പറയാനോ? അത് അങ്ങനെ കിടപ്പകയോ മൂന്നാവയും LDF നേടുന്നില്ലാണ് എൻ്റെ അഭിപ്രായം. ഒരു മൂന്നാവോളം LDF വേണം. അതാ പറയാം. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അൻവർ ആവശ്യമില്ലാതൊരു ഉണ്ടാക്കിയൊരു തെരഞ്ഞെടുപ്പാണിത്. ആൾക്കാരുടെ മേത്ത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അൻവർ UDF-ലേക്ക് ചേക്കേറാൻ നിൽക്കുമ്പോൾ ആളുകൾ അതിന് പ്രതിരോധിക്കും. ഞാനിപ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ഇത് ഞാൻ അതിനുള്ള പറയാ. വിജയസാധ്യത ആര്യാടും ബാപ്പുട്ടി. അതായത് UDF-ന് പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനത്തില്ല UDF-നാണ് കാണുന്നത്. ഓക്കെ, ഇവർക്ക് എന്താ അഭിപ്രായം? പ്രായം എന്താ ജനങ്ങൾ തീരുമാനിക്കും. നല്ലൊരു സ്ഥാനാർത്ഥി ആരാണ് ഏൽക്കോട്ടെ? നല്ലൊരു സ്ഥാനാർത്ഥി ആരാണോ കോട്ടെ പഞ്ചായത്തിലേക്ക് കോട്ടെ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആരാണോ ജയിച്ചത് ഓൾക്ക് തന്നെയാണ് സാധ്യത എന്നുള്ള ഒരു അഭിപ്രായമാണ്. സാധ്യത LDF-ന് തന്നെയാണ്. പക്ഷെ ഇത് അനാവശ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ജനങ്ങളുടെ പേരെ വെറുതെ ഒരു അനാവശ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ്. ഇത് വോട്ട് തന്നെ ചെയ്യാൻ പോരുതെന്നുള്ള അഭിപ്രായക്കാരാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് LDF-നാണ് സാധ്യത. LDF തന്നെ വരുള്ളൂ വികസന കാര്യങ്ങളൊക്കെ വെച്ച്. പിന്നെ എല്ലാ കാര്യവും UDF-നായിരിക്കും. എന്താ കാരണം? അതായത് ഇപ്പോഴത്തെ നിലവ് അനുസരിച്ച് അങ്ങനെയാണ്. നമുക്കിപ്പോ രാഷ്ട്രീയത്തില്ല UDF-ഉള്ളത് എന്താ അഭിപ്രായം? LDF എന്താണ് പറയാനോ? അതായത് പിന്നെ അൻവർ MLA പ്രഗസിന്നാണ് MLA ആയത്. അവസാന നിമിഷം കാലുമാറി. എന്നിട്ട് വീണ്ടും വിശേഷം വരുന്നത് ഇതൊരു അധിക ചെലവാണത്. അതുകൊണ്ട് LDF ചെയ്യും. എന്നെ കുട്ടി ഒരു ട്രിപ്പർ ലോറിയിൽ ഒരു ബിരിയാണി എടുത്തിട്ട് അൻവർ ജയിച്ചേ. ഇതാ സൗഖ്യത്തിലെ സാധ്യത. ഞാൻ ഇവിടെ അല്ല, ഞാൻ കൊല്ലക്കാരനാണ്. ഞാൻ ഇവിടെ മറ്റേ 15 വർഷമായി. പിന്നെ പിന്നെ കൂടുതലും സൗഖ്യത്തിനാണ് സാധ്യത കാണുന്നത്. ഓക്കെ, അതായത് UDF-നാണ് സാധ്യത കാണുന്നത്. UDF അല്ലാതെ സംശയമില്ലല്ലോ. അങ്ങനെ തന്നെ പറയാൻ കാരണമില്ല. കാരണം LDF-ന്റെ പ്രത്യേകിച്ച് ഒരു ഭരണവും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ. അൻവർ ഒന്നാമത് മാറി ഒരു പരിപാടി നിങ്ങൾ നോക്കണ്ട. UDF എല്ലാ കാര്യം വരികയല്ല. UDF-നാണ് അനുകൂലം കാണുന്നത്. നിലമ്പൂരാ എല്ലാം അങ്ങനെ പറയുന്നത്. അൻവറിനെ അതാക്കിയ ജയിലിൽ കൊണ്ടുപോയിട്ടൊക്കെ ഭയങ്കര ക്ഷീണമാണത്. ഭയങ്കര തിരിച്ചറിയാൻ സാധ്യത ഉണ്ട്. ആർക്കാണ് വിജയ സാധ്യത? അതെന്താ UDF ജയിക്കുമല്ലോ. അൻവിജയത്തോടെ യാതൊരു സംശയം നമുക്കതിൽ പറയാനുള്ളത് UDF നല്ല ഭൂരിപക്ഷത്തിൽ. അതായത് UDF-ന് എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരും. മറ്റുള്ള മാതിരിക്കില്ല. അല്ല, എന്തൊരു വിഷയം നമ്മൾ പറഞ്ഞാലും നമ്മളെ UDF അതായത് കൈകാര്യം ചെയ്തിരുന്നത്. ഇതല്ലേ നമുക്ക് സ്ഥല അഭിപ്രായത്തിന് UDF-ന് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടു കൂടെ UDF-ന് അധികാരത്തിൽ വരുന്നതാണ്. എന്താ പറയാ? കാരണം ഇവിടെ അങ്ങനെ ജയിച്ചു പോകുന്നത് അങ്ങനെയാണ്. UDF തന്നെ നമുക്ക് UDF-നാണോ അതാ പറയാനോ? അത് അങ്ങനെ കൊടുത്തത് കാരണം കഴിഞ്ഞ പ്രാവശ്യം തോറ്റിയാർന്ന കോൺഗ്രസ്സുകാർ മാറ്റി ചെയ്തോണ്ടല്ലേ. കോൺഗ്രസ് ഒരുമിച്ച് നിന്നാല് 20,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം ചെയ്യും. ഇവിടെ LDF-നാണ് വിജയസാധ്യത. വികസനം നോക്കുകയാണെങ്കിൽ LDF-നാണ് സാധ്യത. ആര്യാട മുഹമ്മദ് മത്സരിച്ച് 50-35 വർഷമൊക്കെ ഇവിടെ ജയിച്ചു പോയിട്ട്
ഇങ്ങനത്തെ ഒരു മലയോര ഹൈവേ എന്നുള്ളൊരു സംവിധാനം പോലും ഇങ്ങനെ ഞങ്ങളെ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു റോഡ് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുറ്റിക്കാടാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു റോഡുകളൊക്കെ. അപ്പോൾ കേരളം ഒട്ടുക്കും LDF തന്നെയാണ് ഇനിയും വരാൻ നിൽക്കുന്നത്. ഇവിടെ LDF ഭരിക്കുള്ളൂ. പിന്നെ ഈ കോൺഗ്രസിൻ്റെയും പിന്നെ 2 പ്രബല ഗ്രൂപ്പീസുണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെയാണ് സാധ്യത. അതന്നെ നിങ്ങൾ LDFന്റെ ഭരണമോശം കൊണ്ടാണ് ഇവിടെ UDF ജയിക്കുന്നത് എനിക്ക് അഭിപ്രായമല്ല. ഇവിടെ പിന്നെ ലീഗും LDFും അല്ല UDFും ലിങ്കായി മത്സരിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ സാധാരണ ജയിക്കുക ഓരോ മന്ത്രിനാണുള്ളത്. അതുകൊണ്ട് കറണ്ട് എഫക്റ്റ് കൊണ്ട് ജയിച്ചായിരുന്നു. അൻവറിന്റെ എഫക്റ്റ് കൊണ്ടല്ല, UDFും ലീഗും ഇവിടെ ലിങ്കായി മത്സരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ദൂര മണ്ഡലമാണല്ലോ. LDF വരാൻ സാധ്യത, അങ്ങനെ വരാൻ സാധ്യത വികസന നേട്ടം കൊണ്ട് ഉണ്ടാകാം അല്ലേ സാർ? സാധ്യത. ഇല്ലേ ഒരു അഭിപ്രായം ആരോ ഒരു സ്വരാജല്ലേ അതിന്റെ ആള് അതല്ല സ്ഥാനാർത്ഥി ആരായിക്കോട്ടെ അടുത്ത വർഷം വരും. ആര് വരുന്ന എന്റെ അഭിപ്രായം അടുത്ത വർഷം വരും. എന്താ പറയാ അത്രയും നമ്മളെ അനുഭവം അങ്ങനെയാണ്. ചെറുപ്പം പോലെ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ അനുഭവിയാണ് നമ്മൾ നോക്കുകയും കാണുന്നതും ഇരിക്കുകയും കേൾക്കുകയും കഴിഞ്ഞ വർഷത്തെ വികസന കാര്യങ്ങളൊക്കെയാണോ? അത് തന്നെ. അതുകൊണ്ട് എല്ലാ കാര്യം കൊണ്ടും ഒട്ടും സ്ഥലധാരായിരുന്നു ആരായിരിക്കും വിജയ സാധ്യത? ഇടത് ദിവസം തന്നെ എല്ലാവരും അങ്ങനെയാണ്. ഇടത് ദിവസം വികസന കാര്യങ്ങൾ ഈ കണ്ട റോഡൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ തന്നെ വികസനം. മലയോര ഹൈവേ, സ്കൂളുകൾ, കോളേജുകൾ ഒക്കെ അതിനെ കാര്യം എന്താ ഇയാളൊക്കെ ഇടതുവശം തന്നെ വരുള്ളൂ. അത് പറയാം. അതിനെ വികസനം തന്നെ നേട്ടമല്ല, നമുക്ക് രാഷ്ട്രീയമല്ല. എന്നിരുന്നാലും ഇത് രാഷ്ട്രീയമായിട്ട് ആർക്കാണ് സാധ്യത എന്നാണ്? ഇല്ലല്ല, ആരും വിജയിക്കട്ടെ. അതൊന്നും ഓക്കെ. ഇക്ക ആർക്കാണ് ഇവിടെ സാധ്യത? കൂടുതൽ LDF ഉണ്ട്. പിന്നെ വികസനം തന്നെ എല്ലാ കൊണ്ടും നല്ലത് LDF ആണ്. എല്ലാ കൊണ്ടും ഇടതുപക്ഷം വരണം. വികസനത്തിന് ഏറ്റവും പ്രാധാന്യം ഇടതുപക്ഷത്തിനാണ്. തുടരും. LDF തുടരുന്നതാണ് പൊതുവെയുള്ള ധാരണ. തന്നെയാണ്. അഭിപ്രായം തന്നെയുള്ളൂ എനിക്കും. ഈ അഭിപ്രായം തന്നെയുള്ളൂ എനിക്ക്. എൻ്റെ അഭിപ്രായത്തിൽ UDF ആണ് വരിക. UDF കാരണം ഇപ്പോഴത്തെ വിലക്കയറ്റങ്ങൾ എല്ലാം അതിനെ ബാധിക്കും. നിലമ്പൂരിൽ ആര് തുടരും? ജനഹിതം തേടിയുള്ള യാത്ര ഇന്ന് പര്യടനം നടത്തിയത് മൂത്തേടം ഗ്രാമപഞ്ചായത്തിലായിരുന്നു. മൂത്തേടം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞു. അടുത്ത ദിവസം മറ്റൊരു പഞ്ചായത്തിൽ വിശേഷങ്ങളുമായി എത്താം. ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനും മാധ്യമോടന വിദ്യാർത്ഥി നിതാശരനൊപ്പം മുഹമ്മദ് ബൻസ്.